നേരിയമംഗലത്ത് ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. ഇന്നലെ രാത്രി എത്തിയ കാട്ടുപോത്ത് കാട് കയറിയെങ്കിലും തിരിച്ചെത്തുമെന്ന പേടി നാട്ടുകാർക്കുണ്ട്. രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, കാട്ടുപോത്തിനെ കാട് കയറ്റി വിട്ടെന്നല്ലേ പറഞ്ഞത്? പറയൂ. ആരും കാട് കയറ്റി വിട്ടതല്ല, അത് കാട് കയറിയതായി ആളുകൾ കരുതുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഈ ഇരുമ്പ് പാലം പടിക്കപ്പിൽ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നു. അവിടെ നിന്ന് നാട്ടുകാർ ഓടിച്ചു വിട്ട കാട്ടുപോത്ത് നേരിമംഗലത്തേക്ക് എത്തിയതാകാം എന്നുള്ളതാണ് ഇവിടുത്തെ നേരിമംഗലത്തെ ആളുകൾ പ്രധാനമായും സംശയിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ എത്തിയത്. പിന്നീട് നാട്ടുകാർ ഒച്ചവെച്ചു. അപ്പോഴേക്കും അത് ചെറിയൊരു ചോല വനം പോലെയുള്ള ഭാഗമുണ്ട്, അങ്ങോട്ടേക്ക് കയറി പോവുകയായിരുന്നു. പിന്നെ അത് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല, ആളുകൾ കാണുന്ന ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷെ അത് വീണ്ടും എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല കാഞ്ഞിരവേലി അടക്കമുള്ള പ്രദേശം ഈ നേരിമംഗലം അതിനടുത്താണ് ഈ കാട്ടുപോത്ത് വീണ്ടും വന്നിരിക്കുന്നത്. ആന, കാട്ടുപോത്ത്, കഴിഞ്ഞ ദിവസം കരടി ഇതേ മേഖലയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തരത്തിലും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് നേരിമംഗലം ഭാഗവും പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.